Hello everyone. Welcome to C63 Clash of the Royals tournament final day, final match, and this is C63 round and streaming live for you. ലൈവ് കൊണ്ട് റെക്കോർഡിംഗ് കൊണ്ട് പേടിക്കേണ്ട. ഇപ്പം നമുക്ക് ലൈവ് കോളമായാലും കുഴപ്പമില്ല, ഞാൻ റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യും. റെക്കോർഡിങ്ങിന് പുതിയ സ്ക്രീൻ റെക്കോർഡൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയാൻ തമ്പുരാനറിയാം. വെൽക്കം ടു സ്ട്രീം ഷിബിൻ അപ്പൂസ് ആൻഡ് ആകാശ് മോൻ എയർസ്. നമ്മുടെ ടീംസൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെ ഏതൊക്കെ ടീംസ് എത്തി നമുക്ക് നോക്കാം. KLS എത്തി, KVRൻ്റെ ഫെമിനിസ്റ്റ് എസ്കോബാർ ട്രിഗോണൊക്കെ എത്തിയിട്ടുണ്ട്. KVR ADs കയറിയിട്ടുണ്ട്. ഇപ്പോൾ സ്ലോട്ട് മരം ഒക്കെ മാറി. എക്ലിപ്സ്, അതായത് റിഡ്നിക്സിൻ്റെ ടീംസ് എത്തിയിട്ടുണ്ട്. എക്ലിപ്സ്, അർക്കോണും, റിഡ്നിക്സ്, ജാക്കും, സുഫേൽ വിയക്സും. ATSൻ്റെ ടോണിയും അനീസ് വൈറ്റിയും പിന്നെ അനസുമാണ് എത്തിയിരിക്കുന്നത്. T90 ക്യാപ്റ്റൻ ലിബിൻ റൂമിൽ കയറിയിട്ടുണ്ട്. പിന്നെ XOP സ്കോഡ്, ഡ്യൂഡ് OP, ബീസ്റ്റ് OP, ക്രൂസ് OP ആൻഡ് പൈൽ OP. കൊള്ളാലോ, പുതിയ ആളാണല്ലോ. BRZ റാംപേജിൻ്റെ BRZ RG ഹെൽ കില്ലർ, പിന്നെ RG അഘോരി ആൻഡ് ഹെൽ ക്യൂൻ കയറിയിട്ടുണ്ട്. ദേവദത്ത വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. CTN വേണ്ടി ദേവദത്തയും പിന്നെ നീന കമൽ. ആക്സ് എത്തിയോ? ആക്സ് നീന എത്തിയെന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതെ, ആക്സ് എത്തി ബ്രോ. ഇനി നമുക്ക് CTN നോക്കിയിട്ടാം. CTN വേർ ആർ യു ഗൈസ്? CTN അതെ, CTN സ്വീറ്റി, ബംബിൾ ബി, അയൺ സിമ, ബ്ലൈൻഡ് CTN. റേഞ്ച്. ഓൾമോസ്റ്റ് 72 പ്ലെയേഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ആക്സ് നിക്കി ഉയരെന്ന് പറഞ്ഞ ജിഷ്ണു രാജൻ. ആക്സ് നിക്കി അതിന് കയറിയോ? അതെ, ആക്സ് കയറി ബ്രോ. ആക്സ്, നൊട്ടോറിയസ്, രമണൻ, ഒബ്ലീവിയൻ, സൽത്താനാണ് ഇന്നത്തെ ആക്സിൻ്റെ ലൈനപ്പ്. സ്കേറ്റർ വയലൻറ്റീം സൾട്ടോസുമാണ് വയലൻറ്റി. ഓക്കെ, അവരും ടീം സിൻ്റെ കോപ്സും സൈക്കോവും, പിന്നെ C63 ഗോസ്റ്റ്, ടോക്സിൻ, മിഠായി, സോൾ ടീമിൻ്റെ ഡയമൺ, ലവർ, BH അസിഡൻ, സോൾട്ട്, എക്സ്റ്റർ. നമുക്ക് പോയിന്റ് ടേബിൾസ് ഒന്ന് നോക്കിയിട്ട് വേണം. പോയിന്റ്സ് ടേബിൾ വന്നിട്ട് ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത് ATH ആണ് ലീഡ് ചെയ്യുന്നത് വിത്ത് 33 പൊസിഷൻ പോയിന്റ്സ്. സ്കിൽ പോയിന്റ്സ് 78, കിൽ പോയിന്റ് 78, ടോട്ടൽ പോയിന്റ്സ് 111. അവരാണ് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്നത് RG റിയൽ ഗോഡ്സ് ആണ്. റിയൽ ഗോഡ്സ് പൊസിഷൻ പോയിന്റ്സ് അവർക്ക് 37 ഉണ്ട്. പിന്നെ കിൽ പോയിന്റ്സ് 44, ടോട്ടൽ പോയിന്റ്സ് 81 ആണ് RGക്കുള്ളത്. പിന്നെ തേർഡ് പൊസിഷനിൽ നിൽക്കണതാണ് ഈവിൾസിന് ടോട്ടൽ പോയിന്റ് 76 ആണ്. അവർക്ക് കിൽ പോയിന്റ്സ് ഓൾറെഡി 46 ഉണ്ട്. ടോട്ടൽ കിൽസ് എടുത്തിരിക്കുന്നത് 23 ആണ്. ATH 3 മാച്ചിൽ നിന്ന് എടുത്തിരിക്കുന്ന കില്ലാണ് 39. പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ ഫിഫ്ത്ത് വന്നിരിക്കുന്നത് PSM ആണ്. PSM വന്നിരിക്കുന്നത് ഫോർത്ത് വന്നിരിക്കുന്ന ആക്സ് ആണ്. 29 പൊസിഷൻ പോയിന്റ്സ് ഉണ്ട് അവർക്ക്. ടോട്ടൽ കിൽസ് 19 ആൻഡ് ടോട്ടൽ പോയിന്റ്സ് അവർക്ക് 67 ആണ് വന്നിരിക്കുന്നത്. PSM ഫിഫ്ത്ത് പൊസിഷനിലാണ്, ലൈക്ക് വിത്ത് 15 പൊസിഷൻ പോയിന്റ്സ് ആൻഡ് 16 കിൽസ്. 47 ആണ് അവരുടെ ടോട്ടൽ പോയിന്റ്. കാറ്റ് ടീമാണ് സിക്സ്ത് വന്നിരിക്കുന്നത്. കാറ്റിന് 15 പൊസിഷൻ പോയിന്റ്സ് ഉണ്ട്, പിന്നെ 12 കിൽസ് ആൻഡ് 39 ആണ് അവരുടെ പോയിന്റ്സ്. പിന്നെ വന്നിങ്ങനെ ഗാങ്സ്റ്റർ 666 തൊട്ട് പുറകെ തന്നെ ഉണ്ട് കാറ്റിൻ്റെ, അതായത് 7th പൊസിഷനിൽ 38 പോയിന്റ്സുമായിട്ട്. സോൾസ് ആണ് 8th പൊസിഷനിൽ നിൽക്കുന്നത്, 34 പോയിന്റ്സ്. വൈപ്പ് 28 പോയിന്റ്സ്. പിന്നെ ടീം NR, ടീം നോ റൂൾസ് 25 പോയിന്റ്സിൽ 10th പൊസിഷൻ. ഇതാണ് ഗൈസ് ടോപ്പ് 10 ടീംസ് ഈ ടൂർണമെൻറ്റ്. ഇന്നത്തെ പോയിന്റ്സ് അനുസരിച്ചിരിക്കും ടോപ്പ് 10ൽ വ്യത്യാസങ്ങൾ വരിക. ലൈക്ക് ആരെ കടത്തി വിട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് ATHനെ കടത്തി വെട്ടണം എന്നുണ്ടെങ്കിൽ RGക്ക് നല്ലൊരു 1.5 കളി കളിക്കേണ്ടി വരും. ഒരു ചിക്കൻ ഡിന്നർ കൺഫേം അടിച്ചിരിക്കണം. പോരാത്തതിന് കിൽസ് കൂട്ടണം. മിനിമം അവർക്ക് മിനിമം ഒരു എന്താ പറയുക, ഒരു 20 പോയിന്റ്സ്, ഒരു 10 കിൽസിന് മുകളിലെങ്കിലും എടുക്കണം, ഉറപ്പായിട്ട് എടുത്തിരിക്കണം. CTN ബംബിൾ ബി മുത്താണെന്ന് പറഞ്ഞ ദേവദത്ത 5. ഓക്കെ, ആരോ ബഗ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ബ്രോ. ബഗ് സ്ട്രീം ബഗ് ആണ് ആകാശ്. ഓക്കെ, താങ്ക്സ് ബ്രോ. അത് ബഗ് ഉണ്ടെന്നറിയാം, പക്ഷേ എന്തായാലും ലൈവ് ചെയ്യാതിരിക്കാൻ വയ്യ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ട്. കളി റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വോയിസ് സീനാണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് അതായത് എൻ്റെ വോയിസ് ആണോ ഉദ്ദേശിച്ചത്? ഓൾ ഇൻ വൺ എൻ്റർടൈൻമെൻറ്റ് എൻ്റെ വോയിസ് ആണോ ഉദ്ദേശിച്ചത്?
ഓക്കെ, ശ്രദ്ധിക്കാൻ പോ. ഇതിപ്പോൾ നമുക്ക് ടീംസൊക്കെ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. ഓക്കെ, IGNT, ലിയോ വൈറ്റി, റാപ്റ്റർ, ഇൻഗ്ലോറിയസ് ടീം എത്തിയിട്ടുണ്ട്. HST പ്രൊഫസർ, HST ജാങ്കോ, ന്യൂ ലൈനപ്പാണ്. ഓക്കെ ഓക്കെ സബ്. ഓക്കെ, കളി സ്റ്റാർട്ടായിരിക്കുന്നു ഗൈസ്. 76 പ്ലെയേഴ്സ് കയറി. പൊളിക്കേ കളി. സോ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ടീംസ്. KLSന്റെ ബെന്നും ജാഫിലും കാർലോയും ഹൈഡ്ര എത്തിയിട്ടുണ്ട്. വൈപ്പിന്റെ ടൈഫോസ്, എക്കോ ആൻഡ് വൾച്ചർ. വൈപ്പ് ടീംസ് 3 കയറിയുള്ളൂ. ഓക്കെ, ടീം 6 അതായത് ടിക്സ് 6 വന്നിട്ട് നമ്മുടെ RG ക്ലാൻസ് ആണ്. അത് ടീം OPS ഹീഡീസും പ്രൊഫസർ AJ RG മാമ്പ ഫ്രീ ക്യാഷ് ഒക്കെയാണ്. 7th ബീസ്റ്റ് OP, എക്സ് ഡ്യൂഡ് OP, പൈൽ OP ആൻഡ് ക്രൂസ് OP. പിന്നെ 9 വന്നിട്ട് റോഗാണ്. റോഗില് ഔൾ, റോഗ് മെസ്സായ്, റോഗ് സുരേഷ്. പിന്നെ BRSL ക്യാമ്പർ, ഹെൽക്യൂൻ, അതൊക്കെ RG ടീംസാണ്. സോ പിന്നെതാ നമ്മുടെ CTN, നെഗാട്രൺ, അജൽ സാജൻ, കോഡ് 3, സൈക്കോ കില്ലർ ഒക്കെ സൈക്കോ ടീംസാണ്. സൈക്കോസ്, ഈവിൾസിന്റെ അശ്വിൻ, ജ്യൂസോപ്പി, ലോസ്റ്റോപ്പി ആൻഡ് ബീനൊക്കെ ഉണ്ട്. മായാവി, ഗാങ്സ്റ്റർ 666, മായാവി, ശ്രീവാവ, നന്ദു K95, ഹറാക് 666. IGNT, ഇൻഗ്ലോറിയസിന്റെ IGNT, ലിയോ വൈറ്റി, റാപ്റ്റർ ആൻഡ് HST പ്രൊഫസർ, ആക്സ്, രമണൻ. സോ നമുക്ക് ഇതിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നോക്കിയിട്ട് വരാം. ഫ്ലൈറ്റ് പാത്ത് വന്നിട്ട് ഇതാണ് മോനെ. സോ നമ്മുടെ മാപ്പ് ഇന്ന് സാൻ ഹോക്കാണ് ഗൈസ്, പറയാൻ വിട്ടുപോയി. സോ ബൂട്ട് ക്യാമ്പിൽ മിക്കവാറും നൈസ് ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എല്ലാ പ്ലെയേഴ്സും ബൂട്ട് ക്യാമ്പിലേക്കാണ്. നമുക്ക് അവരിലേക്ക് പോകാം. ബൂട്ട് ക്യാമ്പിൽ നല്ലൊരു ഫൈറ്റിന് നല്ല ചാൻസ് ഉണ്ട്. ബൂട്ട് ക്യാമ്പിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓ മാൻ, ബൂട്ട് ക്യാമ്പിൽ വൈപ്പ് ഉണ്ട്, RG ടീംസ് ഉണ്ട്, എക്സ് ഡ്യൂഡ് OP ഉണ്ട്. എക്സ് ഡ്യൂഡ് OP ഇതാ ഇവിടെ ആരെ നോക്കിട്ടേക്കുന്നത്. എൻ്റെ മോനെ, ബിൽഡിങ്ങിനകത്താണ് ഫൈറ്റ്. എക്സ് ഡ്യൂഡ് OP വെസസ് വൈപ്പില് ഐ തിങ്ക്. ഓക്കെ, ആക്സ് നൊട്ടോറിയസ് ഒക്കെ ഇവിടെ ഫൈറ്റ് അടിക്കുന്നു. എൻ്റെ മോൻ, ആക്സ് നൊട്ടോറിയസ് ഒക്കെ 1 OP. തോംസൺ ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്ത സുഫേന്റെ അവിടെ നിന്ന് ആക്സ് നൊട്ടോറിയസിന്റെ കയ്യിൽ നിന്ന് നൈസ് ഒരു സ്മോക്ക്. അവിടെ വൈപ്പ് ടീം XOP ടീമിനെ എടുത്തിരിക്കുന്നു. XOP ടീമിൽ ഇനി ബീസ്റ്റ് OPയും പൈലോപ്പിയും മാത്രമേ ഉള്ളൂ. ബീസ്റ്റ് വൾച്ചറിന് അടിച്ചു, പക്ഷെ തിരിച്ചടിച്ചിരിക്കുകയാണ് വൈപ്പ് ടീംസ്. ഒരു രക്ഷയില്ല, വൈപ്പിനെ അവിടെ തീർത്തു എന്നാണ്. പൈലോപ്പിയാണ് എടുക്കുന്നത്. ആക്സ്, രമൻ, സുഫേൽ VXന്റെ ഡൗൺ. എൻ്റെ മോനെ, ഇവിടെ ടീം 1 വേഴ്സസ് ടീം 20 ആണ് നടക്കുന്നത്. ആക്സ്, രമണൻ വേഴ്സസ് ബീസ്റ്റ് OP വൾച്ചറിനെ എടുത്തിരിക്കുന്നു. അവിടെ വൈപ്പ് ടീംസിന് അങ്ങനെ XOP ടീംസാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ATH അവിടെ ഫൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ATHന്റെ അനീസ് ആണെന്ന് തോന്നുന്നു. അവരത് പാരഡൈസിലാണ്. അനീസ് ഇതാ ഇവിടെ T90 എൻ്റെ മോനെ. ഹറാക് 666, അങ്ങനെ ഗാങ്സ്റ്റർ 666ന്റെ ടീംസിനെ ATH ടീംസ് കൺഫേം ചെയ്തിരിക്കുകയാണ് ഗൈസ്. ATH ഇവിടെ ഹറാക് 666 എടുത്തു. ശ്രീവാവേദ കൺഫേം ചെയ്തിരിക്കുന്നു. അനീസ് വൈറ്റി OP. T90 ടീംസ് അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. T90യിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. T90 എൻ്റെ മോനെ, മായാവിയെ അങ്ങനെ അനീസ് വൈറ്റ് നോക്കിട്ടേക്കുന്നു. ഒരു രക്ഷയില്ല, ഇവിടെ 1 കളിയാണ് നടക്കണം. ഇതിലല്ല നന്ദുക്കെ മാത്രമേ ഉള്ളൂ. നന്ദുക്കെ നൈസായിട്ട് തിരിച്ച് അനീസിനെ എടുത്തു. പക്ഷെ നന്ദുക്കേനെ തിരിച്ച് നോക്കി കിട്ടും. അനിയനെ തൊട്ടേനെ ചേട്ടൻ ഇവിടെ അനിയൻ വാവ ഡൗൺ ആയപ്പോൾ ചേട്ടൻ വാവ തിരിച്ച് മറുപടി ചോദിക്കാൻ എത്തി അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ളതിൽ ഇനി ബാക്കിയുള്ളതിൽ RG ടീംസും ATH മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ കില്ലർ സോൾസ് ഒക്കെ ഇവിടെ നോക്കൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കില്ലർ സോൾസിലേക്ക് പോയിട്ട് വരാം ഗൈസ്. നമുക്ക് കില്ലർ സോൾസ്, വേർ ആർ യു? കില്ലർ സോൾസിലെ ജാഫിൽ നോക്കാണ്. ജാഫിലിനൊക്കെ കിട്ടി മോനെ. സൈക്കോസ് ആണ് കയറി പണിതിരിക്കുന്നത്. സൈക്കോസ് കയറി പണിതിരിക്കുകയാണ് കില്ലർ സോൾസിനെ. ഇവിടെ നമുക്കൊരു ഏരിയയിൽ പോകാം ഗൈസ്, അതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ മോനെ, കില്ലർ സോൾസ് CTN ടീമുണ്ട്, കില്ലർ സോൾസ് ഉണ്ട്, പിന്നെ ടീം C സൈക്കോസ് ഉണ്ട്. അല്ല ബംബിൾ ബി നോക്കാണ്. ബംബിൾ ബിയെ ബെൻ അങ്ങനെ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഷോട്ടിൽ മോനെ അടിച്ചിരിക്കുന്നു. ടീം 11 അതായത് CTN ടീമിലെ കൺഫേം ചെയ്തു. CTN ടീമിലെ ഈ പുള്ളിക്കാരൻ്റെ പേരെന്താ, ഐറോക്സ് അങ്ങനെ നമ്മുടെ ടീംസിനെ കൺഫേം ചെയ്തിരിക്കുകയാണ്. CTNൽ ഇനി ബ്ലൈൻഡ് CTNും സ്വീറ്റിയും പിന്നെ അറോക്സും കൂടെ ഉണ്ട്. KLSന്റെ കാർലോ ഇതിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. കാർലോ
ഓ മോനെ, കാർലോ ക്യാമ്പ് ചെയ്തിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർലോയുടെ ടീമിൽ എല്ലാവരും തീർന്നു. കാർലോയുടെ കയ്യിൽ ഗണ്ണൊന്നുമില്ല. പാവം ലൂട്ടൊന്നും ചെയ്യും മുന്നേ തന്നെ ഇവിടുന്ന് അടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും സീറ്റിയൻ ടീംസ് ഇവിടെ കയറി അടിക്കും. അതാ കാർലോ. കാർലോ എന്താണ് ഉദ്ദേശം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഡാൻസോ? ശരി എന്നാ, അതാ അവന്മാർ പടമാക്കും ഇപ്പോൾ. നമുക്ക് ആക്സ് ടീമിലേക്ക് പോയിട്ട് വരാം. ആക്സ് ഇതാ അവിടെ നൈസ് ഒരു ഫൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആക്സ് ടീം എവിടെയാണ് നിങ്ങൾ? ആക്സ് രമണൻ നോക്കാണ്. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? കോഡ് 3 മിസ്റ്റർ ബീനും കോഡ് 3 ഒക്കെ അടി. എൻ്റെ ദൈവം, ഇവിടെ ഈവിൾസ് ഒക്കെ വൻ അടി. ഈവിൾസ് ടീം ഇവിടെ ഫൈറ്റ് ഒക്കെ എടുത്ത് കോഡ് 3 ഒക്കെ കൺഫേം ചെയ്തു. ദാറ്റ് മീൻസ് നമ്മുടെ സൈക്കോസ് ടീമിനെയൊക്കെ ഇവിടെ തീർത്തിരിക്കുകയാണ്. മിസ്റ്റർ ബീനും ജ്യൂസോപ്പിയും ലോസ്റ്റോപ്പിയും ബീനും അശ്വിൻ തീർന്നിരിക്കുകയാണ്. അശ്വിനെ കൺഫേം ചെയ്തു. സ്കേറ്റർ ടീംസൊക്കെ എന്താണ് നിങ്ങളുടെ അവസ്ഥ? സ്കേറ്റർ ടീംസിൻ്റെ അടുത്ത് ആരുമില്ല. നമുക്ക് ഇനി C63 അടുത്ത് പോയിട്ടാണ്. C63 അടുത്ത് ഇവിടെ മോനെ ഔറ ടീംസ് ഉണ്ട്. മിക്കവാറും ഇവിടെ ഫൈറ്റ് പൊട്ടാൻ ഇപ്പോൾ നല്ലൊരു ചാൻസ് ഉണ്ട്. ബിക്കോസ് അവർ നല്ല ക്രോസ് ആയിട്ട് ഓക്കെ ഫേസ് ഓഫിലാണ് നിൽക്കുന്നത്. JD വിസ്കി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. തൊട്ട് സൈഡിൽ കാസ്പിനും വോഡ്കയും പിന്നെ വാട്ട് 69 ഉണ്ട്. എൻ്റെ മോനെ, വല്ല നടക്കുമോ അതോ വെറുതെ തന്നെ വിളിച്ചു വരുത്തുമോ? രാവണൻ സാർ, ഈവിൾ സ്മാർട്സ് ഓഫ് പറയൂ, സ്മാർട്സ് ഓഫ് പറയൂ. വി കാൺ സീ, കം ഓൺ മാൻ. ഓ ഷിറ്റ്, ലൈവ് പിന്നെ മൂഞ്ചിയോ? ഓക്കെ ഗൈസ്, കാൺ സീ എനിത്തിങ് എന്ന് പറഞ്ഞ് ഓക്കെ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ലൈവിന്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു മിനിറ്റ്, ലൈവ് കട്ടായി. ഓക്കെ ഗൈസ്, ലൈവ് കട്ടായെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല. നോ ഐഡിയ. സോ ഇവിടുത്തെ ട്രോയിൻ്റെ C63 ട്രോയിന് ഒരു നൈസ് ഒരു നെയ്ഡ് കിട്ടിയത്. സോൾ ഡെമണും ടീംസൊക്കെ അവിടെ അടി തുടങ്ങി. സോൾ ടീംസ് ആരെയൊക്കെ എടുത്തിട്ടുണ്ട്. സോൾ ടീംസിൽ അതിൽ ഡെക്സ്റ്റർ നോക്കാണ്. അവിടെ ഒരു വൈപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോൾ ലവറും ഡെമണും എല്ലാം ഡെക്സ്റ്ററിനെ എടുക്കാൻ വേണ്ടിയാണ്. KLS എവിടെയാണ്? ATH ടീം അടി തുടങ്ങിയിട്ടുണ്ട്. ATH കില്ലർ സോൾസ് ഇനി കാറിലോ മാത്രമേ ബാക്കിയുള്ള ബ്രോ. അതുകൊണ്ട് ഇനി അവരുടെ കാര്യം ചോദിക്കാതിരിക്കണേ നല്ലത്. ATH ടീം ഇവിടെ വൻ ഫൈറ്റ് എടുത്തിരിക്കണം. അതെനിക്ക് തോന്നുന്നു RG ടീംസായിട്ട് ആവാനാണ് ചാൻസ്. അതെ, RG ADs OP എല്ലാം ഇപ്പോൾ അനീസ് വൈറ്റി. ഓക്കെ, അനീസ് വൈറ്റി പുഷാക്കിയിട്ടുണ്ട്. അനസിന്റെ പുറകെ തന്നെ ഉണ്ട് സലിം. ഓക്കെ, സലിം ഭക്തും കൂടെ ഉണ്ട്. സലിം ഭക്ത് മിക്കവാറും OP ചെയ്താ കയറി. എനിക്ക് തോന്നുന്നു ടീംസ് OP ഹേഡീസ് നൈസായിട്ട് സ്പ്രേ. അതല്ല, അനീസ് വൈറ്റ് നോക്കാണ്. RG മുംബൈ നോക്കാണ്. പ്രൊഫസർ AJ നോക്കാണ്. അനസ് തിരിച്ച് സ്പ്രേ ചെയ്ത് കയറി പുഷ് ചെയ്യുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഹേഡീസ് അത് റിവൈവ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അനസ് ഇവിടെ എടുത്തു. എൻ്റെ മോനെ, അങ്ങനെ ഇവിടെ RG ടീംസിന് ATH ടീംസ് കൺഫേം ചെയ്തേക്കണം. ഒരു രക്ഷയില്ല. അനസിന്റെ കയ്യിൽ നിന്ന് ഒരു നൈസ് പുഷ് ആയിരുന്നു. അത് ലിറ്റായിരുന്നു. ജസ്റ്റ് മിസ്. ബിക്കോസ് ATH എല്ലാവരും നോക്കാൻ ലാസ്റ്റ് മാൻ വേഴ്സസ് ലാസ്റ്റ് മാൻ ആയിരുന്നു. ഒരു രക്ഷയില്ല. എന്തായാലും അനസ് അവിടെ ഹേഡീസിനെ കൺഫേം ചെയ്ത് അവിടെ അങ്ങനെ RG ടീംസിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ ഉള്ളത് ആക്സ് ടീമുണ്ട്, സ്കേറ്റർ വയലൻറ്റി ഉണ്ട്. മിക്കവാറും അടിപൊട്ടുമോ? JD C63 ടീംസിന് എടുത്തിരിക്കുന്നു ഗൈസ്. അതായത് ഔറ ടീംസ് C63 ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് C63 ഒരാൾ നോക്കാൻ, ട്രോയ് നോക്കാണ്. മിഠായി റിവൈവ് ചെയ്ത് കഴിഞ്ഞു. ടോക്സിൻ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ ചെയ്ത് ബൂസ്റ്റ് ഉണ്ട്. അവരവിടെ ഔറ ടീംസിനെ തീർത്തിരിക്കുന്നു ഗൈസ്. ഔറനെ അങ്ങനെ അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. 2 കില്ലുമായി ടോക്സിൻ 2 പേരെ എടുത്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഔറ ടീംസ് ആർ വൈപ്ഡ്. C63 ഗുഡ് ഗെയിമിങ്. ഇനി നമുക്ക് വയലൻറ്റി ടീംസിൻ്റെ അങ്ങോട്ട് പോകാൻ മുന്നേ നമുക്ക് ഇവിടെ CTN നോക്കിയിട്ടാണ്. CTN എന്താണ് നിങ്ങൾ? ഓക്കെ, CTN വൈപ്പ് കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. KVR ട്രിഗോൺ ഡൗൺ ആയ KVRനെ ആരാണ് എടുത്തത്? ഓക്കെ, ഒരു ലൂട്ടിംഗ് ആണ്. ഇനി വെറും 10 ടീംസ് മാത്രമേ ഗൈസ് ബാക്കിയുള്ളൂ. 10 ടീംസ്. എൻ്റെ മോനെ, ഒരു അന്യായ പുഷാണ് ഇവിടെ കഴിഞ്ഞത്. ഒന്നും പറയാനില്ല. ഈവിൾ എവിടെയാണ്? ഈവിൾസ് ATH അവിടെ വയലന്റ് ആയിട്ട് ഫൈറ്റ് എടുത്തിരിക്കുന്ന ഗൈസ്. എൻ്റെ മോനെ, ഇവിടെ ഇവർ വൻ വിഷയമാണ്. ATH വയലന്റ് സ്കേറ്ററും സെൽട്ടോസ് ഇവിടെ സലിമിനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. സെൽട്ടോസ് ഇവിടെ നൈസായിട്ട് സലിമിനെ നോക്കാക്കിയിട്ടുണ്ട്. M4 ഇട്ടിട്ട്
ഇതാ അവിടെ സലിമിൻ്റെ പൊസിഷനിലേക്ക് നൈസ് ഒരു സ്പ്രേ പോയിട്ടുണ്ട്. അനീസ് വൈറ്റി മുകളിലുണ്ട്, ടോണി മുകളിൽ തന്നെയുണ്ട്. മിക്കവാറും സെൽട്ടോസ് അവരെ എടുക്കുമോ ഇല്ലെന്ന് നോക്കാം. അത് അനസ് ഓപ്പൺ ആയിട്ട് മോനെ നോക്കാക്കി. സെൽട്ടോസ് വയലൻറ്റി അങ്ങനെ കൺഫേം ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയില്ല. അനസ് OP. അതാ പീച്ച ക്യാമ്പ് കറേ എന്ന് പറഞ്ഞാൽ സലിം ഭക്താണെന്ന് തോന്നുന്നു. ഓള് ഗൈസ് നിങ്ങൾ ദയവ് ചെയ്ത് മൈക്കൊക്കെ ഓഫാക്കി വെക്കുക. ഓള് गाइस हिंदी में भी बोल रहा हूँ भाई, अपना माइक ऑफ करो प्लीज़. ऑन मत करना गेम पे. स्ट्रीमर को बहुत ज़्यादा तकलीफ होता है, तो माइक ऑफ करके रखना प्लीज़. ആ ഫട്ടാഫട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആനസിന് നൈസായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആക്സ് ടീമിലെ നൊട്ടോറസിന് അങ്ങനെ ആനസ് കൺഫേം ചെയ്തിരിക്കുന്നു. ഒരു രക്ഷ കഴിഞ്ഞ് അതിൽ രമണനും സൽത്താനും മാത്രമേ ഉള്ളൂ. ഒബ്ലിവിയനുണ്ട്. മിക്കവാറും രമണന് മോളിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതാ മോനെ ഒബ്ലിവിയനും സൽത്താൻ നൈസായിട്ട് ഒരു സ്പ്രേ മേടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ലിറ്റാണ്. അതാ മോനെ ഹിന്ദിയിലൊക്കെ ചീത്തവിളി, കട്ട ചീത്തവിളി. ഒരു രക്ഷയില്ല, എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ല. ഇതാ മോനെ ആക്സ് ടീം ATHന് നൈസ് ഒരു പുഷ്. ATHന് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഈ ആക്സ് ഒബ്ലിവിയന്റെ ഒരു അന്യായ പുഷ്. ആക്സ് ഒബ്ലിവിയൻ OP ഗെയിമിങ് ഒരു രക്ഷയില്ല. ATHനെ ഒറ്റയ്ക്ക് കയറി വൈപ്പ് ചെയ്തിരിക്കണം ആക്സ് ഒബ്ലിവിയൻ. ഒരു രക്ഷ, നല്ല കളിയായിരുന്നു അത്. ആക്സ് ടീം OP. ഇതാ ഐറോക്സും CTN ബ്ലൈൻഡ് CTN നൈസായിട്ട് ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. അവരെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈസി എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കാണാവോ? KVR എവിടെയാണ്? കൗരവേഴ്സ് നിങ്ങൾ. കൗരവർ എസ്കോബാർ, KVR എസ്കോബാറും ഹേഡീസും ഫെമിനിസ്റ്റൊക്കെ ഇവിടെ ഓടിയപ്പോൾ ഇവരുടെ അടുത്തൊന്നും ആരും ഇല്ല. ഓക്കെ, റോഗ് ഔളും ടീംസും നിങ്ങളുടെ അടുത്ത് ആരൊക്കെയാണുള്ളത്? റോഗ് ഔളിൻ്റെ അടുത്ത് ഈവിൾസ് ടീമുണ്ട്. ഈവിൾസ് യൂസ് ഓപ്പിയും ലോസ്റ്റ് ഓപ്പിയും മിസ്റ്റർ ബീനൊക്കെ ഇവിടെ റോക്ക് ടീംസിൻ്റെ നൈസായിട്ട്. അതാ മോനെ ബീൻ്റെ വക ഒരു കാർണേൻഡിയേറ്റ് ഷോട്ട് പക്ഷെ കൊണ്ടിട്ടില്ല. റോഗ് തിരിച്ച് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. റോഗ് ആറാണ് ആ സ്പ്രേ കൊടുത്തിരിക്കുന്നത് ഗൈസ്. ജ്യൂസ് ഓപ്പി വാട്ട് ഈസ് യുവർ പൊസിഷൻ? ഓക്കെ, ജ്യൂസ് ഓപ്പി നൈസായിട്ട് അവിടുന്ന് പൊസിഷൻ മാറിയിട്ടുണ്ട്. മനസ്സിലായി. റോഗ് അവിടുന്ന് ആ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ആ ഫ്ലാങ്ക് ഈവിൾസിൻ്റെ അടുത്ത് ചിലവാകുമോ ഇല്ലയോ? റോഗ് ഔൾ നൈസായിട്ട് ഔട്ട് ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. റോഗ് ആറും റോഗ് സുരേഷ് ഒരു പൊസിഷനിൽ. റോഗ് ഔൾ റൈറ്റും റോഗ് മെസ്സായി ലെഫ്റ്റ് ഫ്ലാങ്ക് കൊടുത്ത് 2-4 പേരും 4 ഡയറക്ഷനിൽ സ്പ്രെഡായി കയറാൻ വേണ്ടി ഒരു ഇതാണെന്ന് തോന്നുന്നു. മിസ്റ്റർ ബീനും ലോസ്റ്റ് ഓപ്പിയും ജ്യൂസ് ഓപ്പിയും ഇവിടെ കവറൊക്കെ പിടിച്ച് ജ്യൂസ് ഫാൾ ബാക്ക്. ലോസ്റ്റ് ഓപ്പിക്ക് നൈസ് കിട്ടി. ലോസ്റ്റോപ്പിക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ട്. ലോസ്റ്റോപ്പിക്ക് നല്ലൊരു സ്പ്രേ കിട്ടി. അതാരാണ് കൊടുത്തത്? മെസ്സായാണ് കൊടുത്തതെന്ന് തോന്നുന്നു. സുരേഷും ടീംസും ഇവിടെ കയറുന്നുണ്ട്. ഔളും ഓക്കെ, ഔൾ ഇതാ മിസ്റ്റർ ബീൻ്റെ പൊസിഷനിലേക്ക് കയറിയിട്ടുണ്ട്. മിക്കവാറും ഒരു സ്പ്രേ കിട്ടി. മോനെ ഈവിൾ ജ്യൂസ് ഒരു രക്ഷയില്ല. നൈസ് IQ ഗെയിം. നൈസ് ഒരു മുകളിലോട്ട് കയറി റൊട്ടേറ്റ് ചെയ്ത് ഔളിൻ്റെ പൊസിഷനിലേക്ക് ഒരു സ്പ്രേ കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് ഇതാ ബാക്കി ടീംസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജ്യൂസ് ഇവിടെ റെഡ് ഡോട്ടൊക്കെ വെച്ച് പീക്ക് ചെയ്യുന്നുണ്ട്. വല്ലതും നടക്കുമോ? ഇത് വല്ലതും നടക്കുമോ? ഒബ്ലിവിയൻ ഉയരെന്ന് പറഞ്ഞ നീന കമൽ ആക്സ് ഉയരെന്നൊക്കെ പറഞ്ഞ വെൽക്കം ടു ദ സ്ട്രീം എവ്രി വൺ. ഒന്നും പറയാനില്ല, ലൈവ് സ്ട്രീം അല്ല, നല്ല റെക്കോർഡിംഗ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് ആക്ഷൻസ് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ATH വൈപ്പായി അങ്ങനെ ടോപ്പിൽ നിന്നൊരു ടീമാണ് വൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് വൈപ്പ് ചെയ്ത ആക്സ് ടീമാണ്. ആക്സ് ഒരു രക്ഷയില്ലാത്ത കളിയിൽ നിന്ന് നൈസായിട്ട് അവരിന്ന് കില്ലെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു കളിയാണ് കളിച്ച് വെച്ചത്. സോൾ ടീംസ് എന്താണ് നിങ്ങളുടെ അവസ്ഥ? സോൾ ഡെക്സ്റ്ററും ഡെമണും ലവറും BH അസുരനൊക്കെ ഓക്കെ, ഇവരുടെ അടുത്തൊന്നും ആരുമില്ല. നമുക്ക് C63 ടീംസിന് അങ്ങോട്ട് പോയിട്ടാണ്. C63യുടെ ഗോസ്റ്റും ടോക്സിനും മിഠായും ട്രോയും എല്ലാം എന്താ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് കൂടി നടപ്പുണ്ട്. അവരെല്ലാവരും ഓക്കെയാണ്. ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞാൽ ശിവ വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. നിങ്ങൾക്ക് ലൈവ് കിട്ടുന്നുണ്ടോ? ബിക്കോസ് എൻ്റെ കയ്യിലൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ എല്ലാം കട്ടായെന്നാണ് കാണിക്കുന്നത്. സുഭാഷ് താങ്ക് യു സോ മച്ച്. ഇറ്റ് ഓക്കെ, വല്ലതും കാണിക്കുന്നുണ്ടോ എന്ന് ഒന്നും കൂടെ നോക്കട്ടെ. ഇല്ല, വണ്ടർഫുൾ. ലൈവ് കിട്ടുന്നില്ല. ഐ എം സോ സോറി ശിവ, ഐ എം സോ സോറി. റെക്കോർഡിംഗ് തരാം. സോ നമുക്ക് ഇവിടെ ഇതുവരെയും ഈവേഴ്സിൻ്റെ ടീമായിട്ട് ഒരു ഫൈറ്റ് ഇവിടെ പൊട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് എൻ്റെ മോനെ അടി പൊട്ടിയിട്ടുണ്ട്. ഈവേഴ്സ് ഇതാ ഇവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈവേഴ്സ് ജ്യൂസും ലോസ്റ്റും മിസ്റ്റർ ബീനൊക്കെ അവരവിടെ ഓക്കെ, അവിടെ നിന്ന് മാറി. റോഗിൻ്റെ അവിടെ മിസ്റ്റർ ബീൻ മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ബീൻ്റെ കാറിന് വേണ്ടിയിട്ട് മോനെ മിസ്റ്റർ ബീനെ എല്ലാവരും ടീമും ബാക്ക് വലിഞ്ഞു. മിസ്റ്റർ ബീൻ മാത്രം ഇവിടെ അതാ ഫോൾ ബാക്ക് ചെയ്തിട്ടില്ല. അവരെല്ലാം ബൂട്ട് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. റോഗ് ടീംസ് ഇപ്പോഴും ഓക്കെ, റോഗും അങ്ങോട്ട് ബൂട്ട് ക്യാമ്പിലേക്ക് പോയിക്കാണ്.
റെക്കോർഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞത്. താങ്ക് യു സ്മാർട്ട് സോപ്പി. സ്യൂസ് ഓപ്പിയും ലോസ് ഓപ്പിയും ബീനും എല്ലാം എന്താ ഇവിടെ ബൂട്ട് ക്യാമ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ KVR ടീംസൊക്കെ ഓക്കെ. ഇത് സോൺ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണണം. സോണ് നമ്മൾ വന്നിട്ട് ബൂട്ട് ക്യാമ്പും കഴിഞ്ഞ് പാരഡൈസ് സൈഡൊക്കെയാണ്. അതായത് ആക്സ് ടീംസ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻസിലാണ്. ഐ തിങ്ക് ടാറ്റ്മോക്ക് ഓക്കെ പാരഡൈസ് ആ റേഞ്ചിലൊക്കെയാണ്, അതുകൊണ്ട് സീനില്ല. നമുക്ക് KVRൻ്റെ റൂട്ട് നോക്കാം. ഇതാണ് KVR എടുത്തിരിക്കുന്ന റൂട്ട്. ഈവിൾസ് ടീം എടുത്തിരിക്കുന്ന റൂട്ട് ഐ തിങ്ക് ഈവിൾസിൻ്റെ റൂട്ട് ഇതെന്താ ജില്ല ഫുള്ള് സഞ്ചരിച്ചിട്ടുണ്ടല്ലോ അവന്മാർ. റോക്ക് ടീം അതാ മോനെ കാർ 98 ഒരു ലോസ്. അത് മിസ്റ്റർ ബീനാണ്. മിസ്റ്റർ ബീന് കാർ 98 നൈസ കൊടുക്കുന്നുണ്ട് റോക്ക് ടീമിന്. ഇവരടുത്ത് ആരൊക്കെയാണ് ഉള്ളത്? എൻ്റെ മോനെ RG അഘോരി സ്ലോട്ട് നമ്പർ 10 RG അഘോരി ഇവിടെ തന്നെ ഉണ്ട്. RG അഘോരി റാംപേജിൻ്റെ അഘോരി ഇതാ ഇവിടെ. ഓ മൈ ഗോഡ്, ഹീസ് ഡെഡ്ലി. ഓക്കെ, ബ്ലൈൻഡ് CTN സോൾ ഡെക്സ്റ്ററും ടീംസൊക്കെ CTNൻ്റെ ഹൗസിൽ ഇല്ല. വിന്നർ ചിക്കൻ ഡിന്നർ ആക്സ് ടീം എന്ന് പറഞ്ഞ ശിവ AJ. ഓക്കെ, ആക്സ് ഓൺ ഫയർ അതെ ആക്സ് ഓൺ ഫയർ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. രമണനൊക്കെ OP. ഒബ്ലീവിയൻ ഒരു രക്ഷയില്ല. ഒബ്ലീവിയൻ നൈസായിട്ട് ATH ടീമിനെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ വൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ മോനെ ഐറോക്സിമൊക്കെ സോൺ ഔട്ടാണ്. സോണിലേക്ക് കയറി ചങ്ങായി. ട്രോക്സിനും C63 ടീംസും KVRും അടുത്ത് തന്നെ ഉണ്ട്. മിക്കവാറും എന്തെങ്കിലും പ്രതീക്ഷിക്കാം. KVR തൊട്ട് പുറകെ തന്നെ ഉണ്ട്. മിക്കവാറും ഹെയ്ഡീസ് എങ്ങാനും കാണുകയാണെങ്കിൽ ഇവിടെ ഒരു ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടോ? ഇല്ല. ഫെമിനിസ്റ്റൊക്കെ ഇവിടെ ബൂട്ട് ക്യാമ്പിൽ ഓടിക്കളിക്കുകയാണ്. ആരുമില്ല. വൈ C63 ഗോസ്റ്റ് ഒക്കെ അടുത്താണുള്ളത്. ഐ തിങ്ക് ഫെമിനിസ്റ്റ് ഒക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ C63 കാണാം നിങ്ങൾക്ക്. അവരെ അടിക്കുകയും ചെയ്യാം. RG അഗോരി ദ റോഗ് ഔളും മെസ്സായും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ 8 ടീംസാണ് ഇനി ബാക്കിയുള്ളത്. 24 പ്ലെയേഴ്സ് ആൻഡ് 8 ടീംസ്. അല്ലെങ്കിൽ 8 ടീംസ് ആരൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. KVR ഉണ്ട്, റോക്ക് ടീംസ് ഉണ്ട്, റാംപേജിൻ്റെ ഒരു പ്ലെയർ മാത്രം, അതായത് RG അഗോരി മാത്രം. അറോക്സിമാസി ബ്ലൈൻഡ് CTNും ഉണ്ട്, അതായത് CTN ടീമിലാണ്. പിന്നെ ഈവിൾസിൻ്റെ ജ്യൂസോപ്പിയും ലോസ്റ്റോപ്പിയും മിസ്റ്റർ ബീനും ജീവനോടെ ഉണ്ട്, കുഴപ്പമില്ല. ആക്സ് ടീമിൻ്റെ രമണനും സൽത്താനും ഒബ്ലീവിയനും ഉണ്ട്. പിന്നെ സോൾ ടീംസ് ഉണ്ട്, C63 ഉണ്ട്. ഇതാണ് ഇവിടുത്തെ 8 ടീംസ് ദാറ്റ് ആർ അലൈവ് ഇൻ ദിസ് സാൻഡ്ഹോഗ്. ഓക്കെ, ഇതൊന്നും ഫൈറ്റൊന്നും ഞാൻ കാണുന്നില്ല. എന്താണ് ഈ ചങ്ങായിമാർ ഇങ്ങനെ ഫൈറ്റ് എടുക്കൂ, കമോൺ. പാരഡൈസിലേക്ക് C63 കയറിയിട്ടുണ്ട്. ആക്സ് ടീം അവിടെ നിന്ന് ഓക്കെ ആക്സും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, ലുക്ക് അറ്റ് ദിസ്. മിക്കവാറും C63 ആക്സും ഇപ്പോൾ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതെ, ആക്സ് ടീമും ഓഹോ വണ്ടർഫുൾ. ആക്സ് രമണൻ ഇവിടെ TV പിടിച്ചു. ആക്സ് രമണൻ എന്തോ ഒരു സ്മെല്ല് കിട്ടി. ഇപ്പോഴും മിക്കവാറും ആക്സ് രമണൻ ട്രോയ്ക്ക് കൊടുത്തു സ്പ്രേ, പക്ഷേ ട്രോയ് ജസ്റ്റ് മിസ്. ട്രോയ്ക്ക് എന്തോ ഒരു നല്ലൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. രമണൻ്റെ കയ്യിലുള്ള സ്പ്രേ നൈസായിട്ട് മിസ്സാക്കി. പക്ഷേ ഗോസ്റ്റിനും മനസ്സിലായി, മിഠായിക്ക് മനസ്സിലായി, ടോക്സിനും മനസ്സിലായി. അവരൊക്കെ നൈസായിട്ട് നെയ്ഡ് ചെയ്തു. ഒബ്ലീവിയൻ നൈസ് ഒരു നെയ്ഡ് എറിയുന്നുണ്ട്. അത് വല്ലതും അകത്ത് പോകുമോ? അതാ ഉടനെ അടിപൊളി നെയ്ഡ്. ടോക്സിൻ വീഴുന്നിരിക്കുന്നു. ഒബ്ലീവിയൻ്റെ OP നെയ്ഡിങ്. രമണൻ അടുത്ത നെയ്ഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. രമണൻ നൈസായിട്ട് നെയ്ഡ് പറ വാരി എറിയുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇവിടെ ടോക്സിൻ നോക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. RG അവൾ അസുരൻ എടുത്ത് നോക്കാക്കിയിരിക്കുന്നു. OP RG അവൾ റോഗ് അവളൊക്കെ ഇവിടെ വൻ കളി, ഒരു രക്ഷ. നൈസ് സ്പ്രേ. BH അസുരനെ സോൾ ഡെക്സ്റ്ററിനെ അങ്ങനെ ഡൗൺ ആക്കിയിരിക്കണം. സോൾ ടീംസിലെ 2 പ്ലെയേഴ്സ് ഇവിടെ ഡൗൺ ആണ്. റാംപേജ് അവൾ BH അസുരനെ കൺഫേം ചെയ്തിരിക്കുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. C63 ട്രോയ് ഇതാ ഇവിടെ എടുത്തിരിക്കുന്നു. C63 ട്രോയ് ഇതാ ഇവിടെ ഒരു കിൽ കൺഫേം ചെയ്തു എന്ന് തോന്നുന്നു. അതെ, സൽത്താൻ ഇവിടെ അതാ മോനെ കൺഫേം ചെയ്തു. ആക്സ് ടീം ഇവിടെ C63 അങ്ങനെ കൺഫേം ചെയ്തിരിക്കുന്നു ഗൈസ്. OP ആക്സ് സൽത്താൻ അങ്ങനെ C63 മിഠായിനെയും ഗോസ്റ്റിനെയും എടുത്ത് ട്രോയിനെയും എടുത്ത് 3 പേരെ എടുത്ത് ആ C63 സ്ക്വാഡിനെ കൺഫേം ചെയ്തു. അതിൽ ഒബ്ലീവിയനാണ് ടോക്സിനെ എടുത്ത് നെയ്ഡ് ചെയ്ത്. RG അവൾ ഇവിടെ സോൾ ഡെക്സ്റ്ററിനെയൊക്കെ കൺഫേം ചെയ്തിരിക്കുന്നു. സോൾ ടീംസിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു RG ഡെക്സ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇവിടെ വൻ കളിയാണ് നടക്കുന്നത്. RG അവളും RG ആറും റോഗ് മെസ്സായും സുരേഷൊക്കെ വൻ
അതാ ആരോ അവിടെ സ്പ്രേ ചെയ്യുന്നു. ഹൂ ഈസ് ദാറ്റ്? KVR ഹേഡീസും ടീംസൊക്കെ ഉണ്ട് അവിടെ. ഈവിൾസ് ടീംസ് എത്തിയോ? ഈവിൾസ് വേർ ആർ യു? ഈവിൾസും ലോസ്റ്റ് ഓഫിയും അവരൊക്കെ അവിടെ അടുത്തെത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മിസ്റ്റർ ബീൻ താങ്കൾ എങ്ങോട്ടാണ് ഓടിക്കയറുന്നത്? മിസ്റ്റർ ബീൻ ആക്സ് ടീമിൻ്റെ പൊസിഷനിലേക്കാണ് ഓടിക്കയറുന്നത്. മിക്കവാറും ആക്സ് രമണനും ടീംസ് ഇപ്പോൾ സ്പ്രേ കൊടുക്കുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. രമണനും സാൽത്താനും എവിടെ? ഒബ്ലിവിയൻ തീർന്നിരിക്കുന്നു. ഓ മൈ ഗോഡ്, പടമായി, ആരോ പടമായി. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കളി കാണാം. ഇവിടെ അതാ മോനെ മോനെ കൊടുത്തു. റോഗ് മെസ്സാക്കി ഇവിടെ നിന്ന് എറോക്സിമേൽ നൈസ് ഒരു സ്പ്രേ ചെയ്ത് അവിടെ നോക്കിട്ടേക്കുന്നു. ആ റോഗാറിനെ നോക്കിട്ടു, പക്ഷേ റോഗ് ഔൾ തിരിച്ച് പണി മറുപടി കൊടുത്തു. എറോക്സിമേൽ നോക്കാം. അങ്ങനെ ആ ഒരു സ്ക്വാഡ് തീർന്നിരിക്കുന്നു അവിടെ. ഇനി റോഗ് ഔളും റോഗ് ടീംസ് ഇവിടെ വൻ വിഷയമാണ്. നല്ലൊരു കളിയാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ, ഒരു രക്ഷയില്ല. ഓക്കെ, എസ്കോബാറും KVRും ടീംസൊക്കെ എന്താണ് നിങ്ങൾ അവസ്ഥ ഗൈസ്? ഓക്കെ, ഇവർ ഈവിൾസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈവിൾസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആളുണ്ട്. ഓക്കെ, അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്സ് ടീംസ്, ആക്സ് ഒക്കെ രമണനൊക്കെ പാറപ്പുറത്ത് കയറി കിടക്കുകയാണ്. രമണ താഴോട്ട് അവിടെ മോനെ റോഗാർ കൺഫേം ചെയ്തു. റോഗാറിന് മെസ്സായിനൊക്കെ എടുത്ത് തീർത്തു. ആക്സ് സൽത്തനാണ് എടുത്തത്. ആക്സ് സൽത്തൻ നൈസായിട്ട് ഫിനിഷ് ചെയ്തു ആ റോക്ക് ടീമിൻ്റെ സ്ക്വാഡിനെ. വെൽ പ്ലേ സൽത്താൻ. തലയിരുന്ന ഹെൽമെറ്റ് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നൈസ് ഹെൽമെറ്റ്. ഓക്കെ, നമുക്ക് ഈവിൾസിൻ്റെ അടുത്ത് ഈവിൾസ് ഇവിടെ നൈസായിട്ട് പ്രോണായിട്ട് പൊസിഷൻ കൊടുക്കാതെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്യൂസ് ഓപ്പി നൈസ് ബാക്കൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ബാക്ക് വഴി കയറുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കൺഫേം ചെയ്ത് കയറുന്നുണ്ട്. KVR ഇവിടെ RG അഗോരിയുടെ ടീം പൊസിഷനിലേക്ക് ഇങ്ങനെ പ്രോണായിട്ട് കയറുന്നുണ്ട്. KVR ഹേഡീസ് നിൽക്കുന്ന പൊസിഷൻ ഭയങ്കര വൾനറബിൾ ആണ്. ബിക്കോസ് മോളിൽ നിന്നും താഴെ നിന്നും നല്ല ഒരു സ്പ്രേ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് മോളിൽ ആക്സ് ഉണ്ട്, തൊട്ടും ആക്സിൻ. ഓക്കെ, മോളിൽ ആക്സും ഈവിൾസും ഉണ്ട്. ഈവിൾസ് ഓക്കെ, ഈവിൾസ് കണ്ടോന്ന് അറിയത്തില്ല. രമണൻ സൽത്താനും ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ട്. സൽത്താനും രമണനും കണ്ടോ? ഓക്കെ, KVRനെ അവർ സ്പോട്ട് ചെയ്യുന്നു, പക്ഷെ അവർ ഇതുവരെ ഈവിൾസിനെ കണ്ടില്ല എന്ന് തോന്നുന്നു. വൈ? ഇവിടെ തൊട്ടടുത്ത് കിടന്നിട്ട് കണ്ടില്ല. ഓ മൈ ഗോഡ്, കൊടുത്തു ആക്സ് ടീമിന്. ഇതാ ഇവിടെ ഒരു സ്പ്രേ ലോസ്റ്റ് ഓഫ് ജ്യൂസൊക്കെ നൈസ് സ്പ്രേ. രമണൻ ഡൗൺ ആയിരിക്കുന്നു ഗൈസ്. മിക്കവാറും രമണനെ ഇപ്പോൾ കൺഫേം ചെയ്യാതെ ജ്യൂസ് ഓപ്പി രമണനെ കൺഫേം ചെയ്യുന്നു. OP ലോസ്റ്റ് ഓഫ് ചെയ്ത സൽത്തൻ ഏത് പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല. ഇനി സൽത്തനെ മോനെ OP നേടിങ് സൽത്തൻ്റെ OP നേടിങ് ലൂസ്റ്റ് ഓപ്പി നോക്കാണ്. അതാ സൽത്തൻ അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. സൽത്തനെ കൺഫേം ചെയ്തു. ഈവിൾസ് ജ്യൂസിനെ KVR ഫെമിനിസ്റ്റ് നോക്കായിരിക്കുന്നു ഗൈസ്. OP ഫെമിനിസ്റ്റ് ഇവിടെ ഈവിൾസിലെ ജ്യൂസിനെ. ഇനി വെറും രണ്ട് ടീംസ് KVR വേഴ്സസ് ഈവിൾസ് ആണ് ഇവിടെ നടക്കുന്നത്. കൗരവേഴ്സിന്റെ എസ്കോബാറും ഹേഡീസും ഫെമിനിസ്റ്റും അവിടെ താഴെ തന്നെ ഉണ്ട്. അവർ സോൺ ഔട്ടാണ്, പക്ഷേ സോൺ ഐ തിങ്ക് അഡ്വാൻറ്റേജ് ഈവിൾസിനാണെന്ന് തോന്നുന്നു. അതെ, രണ്ടുപേരും സോണിൽ കയറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്യൂസ് ഓപ്പിനെ നോക്കായിരിക്കുന്നു ഫെമിനിസ്റ്റ് ഒരു രക്ഷ നൈസ് ഒരു സ്പ്രേ ആണ്. അത് ലോസ്റ്റ് ഓപ്പിൻ ഡൗൺ ആണ്. എനിക്ക് സൽത്തൻ്റെ നെയ്ഡിങ് ഇഷ്ടപ്പെട്ടു. സൽത്തൻ OP നെയ്ഡിങ് കേട്ടോ, ഒരു രക്ഷയില്ല. നൈസ് നെയ്ഡാണ് ചെയ്യുന്നത്. ഫെമിനിസ്റ്റ് KVR ഫെമിനിസ്റ്റും ടീംസ് കൊടുത്തിട്ടുണ്ട്. ഹേഡീസ് നൈസായിട്ട് ഓക്കെ റോക്കൊക്കെ പിടിച്ച് കവറൊക്കെ എടുത്ത് നിൽക്കുകയാണ്. എസ്കോബാർ ആണ് ഇച്ചിരി ഫോർവേഡ് നിൽക്കുന്നത്. എസ്കോബാർ AK വിത്തൗട്ട് സ്കോപ്പ് മിസ്റ്റർ ബീൻ്റെ പൊസിഷനിലേക്ക്. എൻ്റെ മോനെ, അതൊരു നൈസ് സ്പ്രേ ആയിരുന്നു, ഒരു രക്ഷയില്ല. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതാ ആ M4 ലോസ്റ്റ് ഓപ്പിയുടെ പൊസിഷനിലേക്ക് റെഡ് ഡോട്ടൊക്കെ വെച്ച് നൈസ് സ്പ്രേ. ലോസ്റ്റ് ഓപ്പി ലിറ്റ് മോനെ. OP എസ്കോബാർ OP കളി. ലോസ്റ്റ് ഓപ്പി നൈസ് ലിറ്റാണ്. ഹേഡീസ് എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഓക്കെ, ഫെമിനിസ്റ്റ് ഇവിടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോസ്റ്റ് ഓപ്പി നല്ല ലിറ്റായിരുന്നു, നല്ല സ്പ്രേ കിട്ടിയിട്ടുണ്ട് എസ്കോബാറിൻ്റെ കയ്യിൽ നിന്ന്. ഈവിൾസ് എസ്കോബാറിന്റെ പൊസിഷനിലേക്ക് മോനെ ഇപ്പൊ കിട്ടും. മിസ്റ്റർ ബീനായി ഒരു കാർണിന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അത് അവിടെ അത്രയ്ക്ക് എടുത്തില്ല. എസ്കോബാർ തിരിച്ചൊരു സ്പ്രേ കൊടുത്തു. മിസ്റ്റർ ബീൻ കറക്റ്റ് സമയത്തിന് പ്രോൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതാ എസ്കോബാർ വീണ്ടും കൊടുക്കുന്നു. എസ്കോബാർ വീണ്ടും ഒരു സ്പ്രേ അതിലേക്ക് നോക്കാക്കിക്കുന്നു. മോനെ രണ്ടുപേരെ നോക്ക്. ഇവിടെ KVR ചിക്കൻ ഡിന്നർ അടിച്ചു. യെസ്, KVR ആർ ദ ചാമ്പ്യൻ ഗൈസ്. ഫൈനൽ മാച്ച് അങ്ങനെ KVR കൗരവേഴ്സ് എടുത്തിരിക്കുന്നു. എസ്കോബാർ ആണ് ഇന്നത്തെ ഹീറോ. എസ്കോബാർ OP ഗെയിമിംഗ് ബ്രോ. OP ഒരു രക്ഷയില്ല. 1 ആയിരുന്നു, അത് 1. സോ ഇന്നത്തെ ഫൈനൽ മാച്ച് ജയിച്ചിരിക്കുന്നത് ഈ KVR ആണ്, ഒരു രക്ഷയില്ല. ഈവിൾസ് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ആക്സ് ടീം നല്ല അടിപൊളി ഗെയിമിംഗ് ആയിരുന്നു, പക്ഷേ അവർക്ക് ജസ്റ്റ് മിസ് ലക്ക് ജസ്റ്റ് മിസ്സായി.
കുഴപ്പമില്ല ഗൈസ്, ഒരു അടിപൊളി കളിയാണ് ഫൈനൽസ് നിങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചത്. ചില ഗെയിം പ്ലേസ് ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, ചെറുതായി മിസ്സായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ട്രീമിങ്ങിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് എല്ലാവരും അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇന്നത്തെ നമ്മളെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മളെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എനിക്ക് തോന്നുന്നു 6 സ്കിൽസുമായി എറോക്സിമ. യെസ്, അതെ, CTN ടീമിലെ എറോക്സിമയാണ് 6th മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. സോ ഈവിൾസ് നല്ല കളിയാണ് കാഴ്ചവെച്ചത്, കുഴപ്പമില്ല. KVR വാട്ട് എ കം ബാക്ക്. KVR ആദ്യത്തെ 3 മാച്ചൊന്നും വലിയ നല്ലൊരു കളി കാഴ്ചവെക്കാൻ പറ്റില്ല, പക്ഷേ ഫൈനൽസ് അവർ നല്ല അടിപൊളി കളി കാഴ്ചവെച്ചിരിക്കുന്നു. കുഴപ്പമില്ല, നല്ലൊരു കളിയാണ്, കൊള്ളാം, അടിപൊളി. സോ ഗൈസ്, ഇതാണ് ക്ലാഷ് ഓഫ് ദ റോയൽസിൻ്റെ ടൂർണമെൻറ്റ് ഫൈനൽ മാച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു എവ്രി വൺ ഓഫ് യു ഫോർ സപ്പോർട്ടിങ് അസ്. കൂടുതൽ ഇനി അടുത്തടുത്ത ടൂർണമെൻറ്റ് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ ലൈവിൻ്റെ പ്രശ്നങ്ങൾ മാക്സിമം അത് സോൾവ് ആക്കുന്നതായിരിക്കും, ശ്രമിക്കാം മാക്സിമം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ദിസ് ഇസ് C60 Ravanan signing off.